ചെയ്തതൊക്കെ തന്നെ ഇനി ഇവിടെ മതിയല്ല. നല്ലപോലെ ഒന്നുകൂടെ കണ്ടോ. 53 കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ തന്നെ ഇനി ഇവിടെ മതിയല്ല. മാസ് ഏതാണ് ഈ കൊച്ച് ഇങ്ങനെ മാസായി കേട്ടോ. മാസോട് മാസിന്റെ മണ്ടയ്ക്ക് മാസം ഉണ്ടെങ്കിൽ ഇതാണ് മാസ് ഡയലോഗ്സ്. എന്തോ അടുത്ത 53 വർഷം എന്ന് പറയുന്നത് എന്ത് ഇവര് പറയുന്നത്, എന്ത് ഉദ്ദേശിച്ചത്? ഒന്ന് ഉമ്മൻചാണ്ടി ഭരിച്ചതിന് ശേഷം പിന്നെ കേരളത്തിലോട്ട് കോൺഗ്രസ്സുകാർക്ക് 10 വർഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഉമ്മൻചാണ്ടിക്ക് മറ്റേ അവിടെ കവർ ഉണ്ടാവില്ല. അവന്റെ ഈ പറഞ്ഞ പോലത്തെ ഇവരുടെ നാട്ടിലൊക്കെ കിടന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സെയിന്റാന്നൊക്കെ പറഞ്ഞ് കുറെ പേര് നടക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും കാര്യമില്ല. ബാക്കിയുള്ളവർ മൊത്തം കഞ്ഞുപിടി പൊട്ടിച്ചു. അയാളുടെ മോന് മാത്രം എന്തോ പ്രയോജനം ഉണ്ടാക്കി വെച്ചിട്ട് പോയി. ഇത് ഇവിടുത്തെ ഏത് നാട്ടിലെ ഏത് അവനും ചെയ്യുന്നൊരു പണിയാ, മനസ്സിലായോ? കുറെ കാശുണ്ടാക്കും, അല്ലെങ്കിൽ മക്കളെ ജോലിക്ക് കയറ്റും, മരണശേഷം അപ്പന്റെ ജോലി മകന് കിട്ടും. വലിയ കാര്യമൊന്നുമല്ല ഒന്നും. ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായി. ഉമ്മൻചാണ്ടിയുടെ മോളാണോ അത് ആരെങ്കിലും ഉമ്മൻചാണ്ടി ഉമ്മന്റെ ഭാര്യയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആരാരും ഇവരെന്തി പറയുന്നത്, ആരും വെക്കുന്നേ ഇതല്ലാതെ വേറെന്ത് പ്രയോജനം? ഈ ഉമ്മൻചാണ്ടി കാരണമാണ് ഈ കോൺഗ്രസ് മുടിഞ്ഞ് കുത്തോളം എടുത്തത്. ലാസ്റ്റ് മുഖ്യമന്ത്രിയാണ് ശരിക്കും പറഞ്ഞാല്. അവസാനം ആയപ്പോണ്ടല്ലോ വേറെ ആർക്കും ഒരു പ്രയോജനം ഇല്ലാതെ 10 വർഷമൊക്കെ കളയാന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക. ആ ഹാങ് ഓവർ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പൊ പിണറായി വിജയൻ ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇമാരെ കളയി ഓരോ പോകും. അപ്പൊ മനസ്സിലാവും ഇവർക്ക് ഉമ്മൻചാണ്ടി അത്ര വലിയ സംഭവമൊന്നുമല്ല. ഉമ്മൻചാണ്ടി ആ ഒരു ഇട്ടാവട്ടത്തെ ഒരു പൊട്ടക്കിണറ്റിലെ തവള, വലിയ തവള, അതും ഒരു മുട്ടൻ തവള, സമ്മതിച്ചു മുട്ടൻ തവള തന്നെയാണ്. പക്ഷെ അതങ്ങനെ എല്ലായിടത്തും അങ്ങനെ തവളെ കൊണ്ട് വയ്ക്കാൻ വിചാരിച്ച് നടക്കുന്നില്ല. ആ പൊട്ടക്കിണറ്റിലെ തവളകളും ആ തവളകൾക്ക് വലിയ നേതാവായിരിക്കും. പക്ഷെ അല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇയാളെ ഉള്ളതെന്ന് പറയുന്നത് ആരായി മണ്ടന്മാരെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതിനുള്ള മുഖ്യമന്ത്രിമാരൊക്കെ പൊട്ടന്മാരാണ്. അത് കഴിഞ്ഞ് തന്നെ എന്തോ പിണറായി വിജയൻ എന്താ അത്ര പ്രശ്നം? അങ്ങനെ പ്രശ്നക്കാരാണ് അയാൾ ഭരിക്കത്തില്ല രണ്ടാമത്. അപ്പൊ ഈ അവസാന കാലഘട്ടത്തേക്ക് എല്ലായിടത്തും ഇവരുടെ കഴിവൊക്കെ പോലെ തന്നെ ഉമ്മൻചാണ്ടിയൊക്കെ നാണം കെട്ടത്രയൊന്നും പിണറായി വിജയൻ നാണം കെട്ടില്ല. പിന്നെ ഇ ഡി റെയ്ഡ്, മറ്റേ റെയ്ഡ്, മറിച്ച് റെയ്ഡ്, ഇതെല്ലാവരുടെയും ഏത് മന്ത്രി വീട്ടിൽ നടക്കുന്ന സംഭവം മാത്രമാണ്. അതൊരു സ്വാഭാവിക സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിപ്പോ കണ്ടോണം. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഇത് നമ്മുടെ ടീമാണല്ലോ എല്ലാവരും. ഇപ്പൊ പൂക്കിയൊക്കെ എവിടെ പോയി? പൂക്കിയൊന്നും ഇനി അനങ്ങത്തില്ല. പൂക്കിയുടെ തിരിയൊക്കെ ഇപ്പൊ മാറും. പൂക്കിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് പൂക്കിയുടെ കുഴപ്പമൊന്നുമല്ല. അത് ഇപ്പൊ ഇവിടുത്തെ ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ട്, യുദ്ധം നടക്കുന്നു, അതിന്റെ പേരിൽ ഗ്യാസും ഇല്ല, പെട്രോളും ഇല്ല, പട്ടിണിയും ദാരിദ്ര്യവും ദുരിതം വന്നു കഴിഞ്ഞാൽ പൂക്കിങ്ങനെ തിരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു പൂക്കിക്കും ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇളിച്ചോണ്ടിരുന്നാൽ മതി. അവിടെ ഫ്ലഡ് വന്നു, കൊറോണ വന്നു, ആ സമയത്തൊക്കെ എന്താ നടന്നത്? അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഒക്കെ വേണം. ഒരു കമാൻഡിംഗ് പവർ ഒക്കെ ഉള്ള ആളായിരിക്കണം. അല്ല ഇതിനിടെ കിടന്ന് അങ്ങോട്ടും മെഴുകി ഇങ്ങോട്ടും മെഴുകി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ എല്ലാവർക്കും കയറാന്ന്. അതിനെന്താ? എന്തിനാ അങ്ങനെ ആവശ്യം? എന്തോ എല്ലാവർക്കും ഓഫീസിൽ കയറുന്നതാണോ ഇവിടുത്തെ വലിയ കാര്യം? അതൊന്നുമല്ല. ഈ ഉമ്മൻചാണ്ടി വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നത് അങ്ങ് പുതുപ്പള്ളി. അതിന് പുറത്തോട്ടൊന്നും വലിയ സംഭവമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ ഇൻഫ്ലുവൻസും ഇല്ല, ഉമ്മൻചാണ്ടിയുടെ പവറൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. അവിടെ പണ്ടോട്ടെ ഉമ്മൻചാണ്ടിയുടെ കുടുംബക്കാർക്ക് വലിയ സംഭവമായിരിക്കും. ആ നാട്ടുകാർക്ക് അവിടെ കിടന്നുകൊണ്ട് സെയിന്റ് ആക്കാനായിട്ട് ഒരു കവറും പണിതിട്ടിട്ട് അവിടെ കൊണ്ട് പരാതി കൊടുക്കുന്ന വിഡ്ഢികളുള്ള ഒരു നാട്ടിലെ ഉമ്മൻചാണ്ടി വലിയ സംഭവമാണെന്ന് പറയുന്നത് എനിക്ക് വലിയ അതിശയം തോന്നുന്നില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചവക്കലറെ പോയി പരാതി കൊടുക്കുന്ന നാട്ടുകാരാണ്. അവിടെ കൊണ്ട് പേപ്പർ ഇടുക. മകനാണേലും അതിന്റെ മണ്ടയ്ക്ക് കിടന്ന് മോങ്ങാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ആ മോങ്ങൽ തീരുന്നില്ല. എല്ലാ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയി നിന്ന് മോങ്ങും. ഇടയ്ക്കിടയ്ക്ക് പോയി ഇതാ പരിപാടി. ഇതൊക്കെ കണ്ടിട്ട് എന്റർടൈൻ ആവുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് ഇതാണ്. അയ്യോ എന്തൊരു സ്നേഹം, എന്തൊരു പാസം. ഈ പാസത്തെ പറ്റി പേസാണെന്നൊക്കെ ആരാണ്ട് പറഞ്ഞില്ല. ആരായിരുന്നു? പരാജയം രവി. അവന്റെ പേര് ജയൻ രവി എന്നാ. പക്ഷെ അവനെ മാറ്റി. അതൊരു പരാജയമാണ്. ഒരു പരാജയം രവി കിടന്ന് പാസം കാണിച്ചു, സെന്റി അടിച്ച് പോണ കുറെ പേര് പാവമെന്ന്. അങ്ങനൊന്നുമല്ല. അവനെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ മോൻ ഇവിടെ ഈ ഇത്രയും നാള് കറണ്ട് കളഞ്ഞ ഉമ്മൻചാണ്ടി മതി.